എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2017 മാനുഫാക്ചറിങ് 18 രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പ് വെറും 98,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ്സോടുകൂടി യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഇല്ലാത്ത ഒരു അടിപൊളി 4x4 ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എല്ലാവരും നമ്മളുടെ വീഡിയോ ഒരാഴ്ച ഡിലേ ആകുമ്പോഴേ വിളിച്ച് ചോദിക്കാറുണ്ട്, എന്താണ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ, എന്താണെന്നുള്ളത്. സത്യത്തിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം, നല്ലൊരു വണ്ടി കിട്ടാതെ നമ്മൾ വീഡിയോ ചെയ്യത്തില്ല. നമ്മൾ ഡെയിലി 5-6 വണ്ടികൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ നല്ലൊരു വാഹനം കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുക. അതുപോലെ ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ എടുത്തു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിലേ ഓട്ടോമാറ്റിക്കലി വരും. അതുകൂടാതെ നമുക്ക് നാട്ടിൽ നിന്നും നമ്മളുടെ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്ത് വണ്ടിക്ക് അഡ്വാൻസ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മളോട് പറയും ഞങ്ങളൊരു 2-3 ദിവസത്തേന് ഡൽഹിക്ക് വരുന്നുണ്ട്, നമുക്ക് പോയി വണ്ടി കണ്ടെടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരുടെ വർക്ക്, അവർക്ക് വണ്ടി എടുത്ത് അവർ നാട്ടിലേക്ക് പോകുന്നിടം വരെ അവരുടെ കൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ടുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിലേ വന്നു. ഇനിയിപ്പോൾ നമുക്ക് 15-ാം തീയതി കഴിഞ്ഞാലും വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ തിരക്കാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുറച്ച് സമയം കിട്ടിയപ്പോൾ നല്ലൊരു വാഹനം വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വന്ന് വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വണ്ടികളിലൊക്കെ വില ഒരു എന്താ പറയുക, നമ്മളൊരു ഫിക്സ് എമൗണ്ടോ അല്ലെങ്കിൽ ഒരുപാട് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റോ പറയാറില്ലല്ലോ. അതേ സെയിം മോഡലിലുള്ള വണ്ടികൾ ഒരുപാട് വില കുറച്ച് കുറേ സ്ക്രീൻഷോട്ടുകളും പരസ്യങ്ങളും ഒക്കെ നമുക്ക് ഇട്ട് തരും. അപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, വണ്ടിയുടെ വില എന്ന് പറഞ്ഞ ഒരു ഫിക്സ് റേറ്റ് ഒരു വണ്ടികൾക്കും ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വണ്ടിയുടെ ക്വാളിറ്റി, വണ്ടിയുടെ കിലോമീറ്റർ, ഓണർഷിപ്പ്, സർവീസ് റെക്കോർഡ്സ്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് വണ്ടിയുടെ ഒരു ടോട്ടൽ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ വണ്ടികളുടെയും, ഈ വണ്ടിയുടെ നല്ല എല്ലാ വാഹനങ്ങളുടെയും വില ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വില കുറച്ച് ഒരു വാഹനത്തിന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നല്ല വേറെ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ആ വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ സർവീസ് റെക്കോർഡ്സ് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുക. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ഈ വണ്ടിയുടെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വണ്ടിയുടെ പെയിൻറ്റ് ആദ്യം ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ ഭാഗങ്ങൾ കവർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബോണറ്റിൽ നിന്ന് തന്നെ ഇപ്രാവശ്യം തുടങ്ങാം. ഇവിടെ എവിടെയെങ്കിലും റീപെയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് പോകാം. ഈ വണ്ടിയിൽ എവിടെയും റീപെയിൻറ്റ് ബോണറ്റിലെങ്ങും വന്നിട്ടില്ല. കമ്പനി പെയിൻറ്റ് തന്നെയാണ് കിടക്കുന്നത്. നമ്മളിവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു സിംഗിൾ പീസ് പോലും റീപ്ലേസ്മെൻ്റ് ഇല്ല, ഒരിടത്ത് പോലും പെയിൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്ത് പോവുകയാണ്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഡൽഹിയിൽ നേരിട്ട് വന്ന് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വരിക. നിങ്ങൾ ഏത് വാഹനമാണോ ഉദ്ദേശിക്കുന്നത് ആ വാഹനം നമ്മൾ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയുള്ള വാഹനം നമ്മൾ എടുത്തു തരുന്നതാണ്. അതുപോലെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. സേഫായിട്ട് ഫാമിലി ആയിട്ട് വന്നാലും താമസിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് സംബന്ധിച്ചൊരു വീഡിയോയും നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വന്നാൽ ഇപ്പോൾ വലിയ ചൂടൊന്നുമില്ല, തണുപ്പൊക്കെ മാറി. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്. നിങ്ങൾക്ക് ഡൽഹിയൊക്കെ ഒന്ന് കറങ്ങാനും ആഗ്രയിലും താജ്മഹലൊക്കെ കണ്ട് നാട്ടിലേക്ക് പോകാനുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ടൂർ പാക്കേജ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ചേട്ടനുണ്ട്. അപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയും നമ്മൾ ഉടനെ തന്നെ ഇടുന്നുണ്ട്. ഈ ഭാഗത്തെങ്ങ് റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഡോറുകളിലെല്ലാം കമ്പനി ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് കിടക്കുന്നത്. ഇടയ്ക്ക് ഞാൻ വേറെ കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോവാണ്. അത് വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ് കിട്ടുന്നത്. നമ്മൾ ഒരു ദിവസം തന്നെ, നിങ്ങൾക്കറിയാം ഡൽഹി ഒരു സ്റ്റേറ്റാണ്. പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ അവർ വിചാരിക്കാറുണ്ട് ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പോയി നോക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് 3-4 സ്ഥലത്തെ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ 10 വണ്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ 3-4 വണ്ടികളുണ്ടാവും. നമ്മളെല്ലാ വണ്ടികളും ഇതേ രീതിയിൽ ചെക്ക് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. വണ്ടിയുടെ ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, ചെറിയ റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. ഡിക്കിയിലെല്ലാം ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് കിടക്കുന്നത്.
ഈ വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള സർവീസ് റെക്കോർഡ്സ് അവൈലബിൾ ആണ്. സർവീസ് റെക്കോർഡ്സിൽ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് കമ്പനിയിൽ സർവീസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇപ്പം 98,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. അത് ഫുള്ള് കമ്പനിയിൽ നിന്ന് തന്നെ സർവീസ് ചെയ്തിട്ടുണ്ട്. ഡിക്കിയിൽ എങ്ങ് റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമുക്കിനി ഈ സൈഡിലേക്ക് വരാം. ഈ ഭാഗത്തൊന്നും റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ ഡോറിലേക്ക് വരാം. നിങ്ങൾക്ക് ടൊയോട്ടയുടെ വണ്ടികൾ മാത്രമല്ല ഏത് കാറ്റഗറിയിലുള്ള വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രീമിയം വണ്ടികളും ചെറിയ വണ്ടികളും ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് ചെറിയ വണ്ടികളാണ് വേണ്ടത്. ഹോണ്ടയുടെ അമേസ്, ഹോണ്ട സിറ്റി അങ്ങനെയുള്ള വണ്ടികളായിരുന്നു. അപ്പോൾ അവർ ഒരു ഹോണ്ട അമേസ് എടുത്തു. അത് ഓടിച്ചാണ് നാട്ടിലേക്ക് പോയിരിക്കുന്നത്. അവരുടെ റിവ്യൂ വീഡിയോ നമ്മൾ അടുത്ത പ്രാവശ്യം നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1-2 വണ്ടികളോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഓഡി A4ഉം പിന്നെ ഒരു BMW 520 M സ്പോർട്ട്. അപ്പോൾ ഈ 2 വണ്ടികളുടെ വർക്കും നമ്മൾ ഇതിൻ്റെ കൂടെ നോക്കി നടക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോയ്ക്കൊക്കെ കുറേ ഡിലേ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തങ്ങ് റീപെയിൻ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലെ വണ്ടി എടുക്കുമ്പോഴത്തേന് അതിൻ്റെ ബമ്പറൊക്കെ നോർമലി അറിയാമല്ലോ, ടച്ചിങ്ങോ അല്ലെങ്കിൽ ബമ്പർ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൽ അങ്ങനെ കാര്യമായിട്ട് ഒരിടത്തും റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങൾ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു ഭാഗത്ത് ഡെൻറ്റോ, സ്ക്രാച്ചോ, ക്രാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഹെഡ്ലൈറ്റിനൊന്നും യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടുത്തെ ബോഡി ലൈനും കാര്യങ്ങളും ഒക്കെ നല്ല ക്ലിയർ ആണ്. നമ്മൾ ഓൾറെഡി പെയിൻറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ്. ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ്. ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഈ ഡോർപാഡിലേക്ക് വരുമ്പോഴത്തേന് ഡോർപാഡും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളൊന്ന് ഇൻറ്റീരിയറൊക്കെ നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കണം. നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മേളുവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പഞ്ചിങ്ങുകളെല്ലാം തന്നെ ഒറിജിനലാണ്. ഇനി നമ്മൾ ഈ പുറകിലത്തെ ഡോറിലേക്ക് വരുമ്പോൾ ഇതിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഓൾ ഒറിജിനൽ പെയിൻറ്റിൽ തന്നെയാണ് ഈ ഡോറും ഉള്ളത്. ഇതിലെയും ഗ്ലാസ്സുകളൊന്നും റീപ്ലേസ് വന്നിട്ടില്ല. ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ നല്ല ഒറിജിനൽ കമ്പനി പേസ്റ്റിംഗ് തന്നെയാണ്. ഡോർ പാഡെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആകവശത്തെ വിഭാഗത്തെ പഞ്ചിങ്ങുകളൊക്കെ നിങ്ങൾക്ക് കാണാം. കൃത്യമായിട്ട് ഓൾ ഒറിജിനൽ കമ്പനി പഞ്ചിങ് തന്നെയാണ് ഇരിക്കുന്നത്. മേളുവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പഞ്ചിങ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. ഈ ഭാഗത്തെ ബോഡി ലൈൻ ഒന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഈ ഒരു ഭാഗത്ത് ചെറിയതായിട്ട് ഒരു ചെറിയ വേരിയേഷനേ ഉള്ളൂ പെയിൻറ്റിൻ്റെ, അല്ലാതെ വലിയ ഒരു പെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ ബൂട്ടിൻ്റെ വശത്തേക്ക് വരുമ്പോഴത്തേന് ടെയിൽ ലൈറ്റിലെങ്ങും സ്ക്രാച്ചോ ക്രാക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഒറിജിനൽ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇതും കമ്പനി ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് തുറന്നൊന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഡിക്കിയുടെ ഉൾവശത്തേക്ക് നിങ്ങൾ വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം ഒറിജിനൽ കമ്പനി പേസ്റ്റിംഗ് തന്നെയാണ് കിടക്കുന്നത്. ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല. ഈ ഭാഗത്തെയും പേസ്റ്റിംഗ് എല്ലാം ഒറിജിനലാണ്. ഇവിടുത്തെ നട്ടുകളൊക്കെ കാണുമ്പോൾ അറിയത് അഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെയും പഞ്ചിങ്ങുകളും എല്ലാം നല്ല ഒറിജിനൽ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇവിടെയൊന്നും യാതൊരുവിധ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് അടയ്ക്കാം. ഇനി നമുക്ക് ഈ വശത്തേക്ക് വരുമ്പോൾ തന്നെ ഈ ടൈൽ ലൈറ്റിലും യാതൊരുവിധ സ്ക്രാച്ചോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇവിടെ നമുക്ക് 4x4 സിഗ്മ 4 എന്നുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാം.
ഇനി നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും ബോഡി ലൈനും കാര്യങ്ങളും എല്ലാം നല്ല ക്ലിയർ ആണ്. ഇവിടെ നിന്ന് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് പോളിഷ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. അതുപോലെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇത് കിടക്കുന്നത്. ഈ ഡോറിൻ്റെയും ഈ പേസ്റ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് കിടക്കുന്നത്. ഡോർ പാടുകളെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി അകഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പില്ലറിൻ്റെ ഈ ഭാഗത്തെ പഞ്ചിങ്ങുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ മേളുവശത്തെ പഞ്ചിങ് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ കമ്പനി പഞ്ചിങ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ ഭാഗങ്ങളിലൊന്നും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ഡോറിലെയും പേസ്റ്റിങ്ങും ഇവിടുത്തെ പഞ്ചിങ്ങുകളും ഒക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. ഓൾ ഒറിജിനൽ വണ്ടിയാണ്. യാതൊരുവിധ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ബോണറ്റ് തുറന്ന് ബോണറ്റ് ചെക്ക് ചെയ്യാം. എൻജിൻ റൂമിൻ്റെ അകവശം കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് കാണാം. നല്ല കമ്പനി ഒറിജിനൽ പേസ്റ്റിങ്ങും പഞ്ചിങ്ങും എല്ലാം തന്നെയുണ്ട്. ബോണറ്റിലൊന്നും യാതൊരുവിധ വർക്കുകളോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടെ അപ്രോണിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. അവിടെ ഒന്നും യാതൊരുവിധ ഡാമേജോ, വയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ ഒന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാറ്ററി പുതിയ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ക്ലിപ്പുകളൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല. എല്ലാം നല്ല ഒറിജിനൽ കമ്പനി ക്വാളിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കമ്പനിയുടെ പഞ്ചിങ് കാണാവുന്നതാണ് വ്യക്തമായിട്ട്. ഈ ഭാഗത്ത് യാതൊരുവിധ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഓൾ ഒറിജിനൽ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകമൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. അത് അത്യാവശ്യം ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻജിൻ്റെ സൗണ്ട് കേൾക്കാം. വളരെ സ്മൂത്തായിട്ടുള്ളൊരു എൻജിനാണ്. നമ്മൾ ഓടിച്ചപ്പോഴും വണ്ടി 4x4 ആണ്. നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ. എക്സ്ട്രാ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പൊതുവേ നോക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാറില്ല. വണ്ടി ക്ലീൻ കണ്ടീഷനിലാണുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗങ്ങളിലേക്ക്, ടയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. നമ്മളിതൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പോളിഷ് ചെയ്തെടുക്കണം. എന്ന് പറഞ്ഞാൽ അത് വൃത്തികേടായിട്ടൊന്നും ഇരിക്കുമല്ല. എങ്കിലും നമ്മൾ നാട്ടിൽ വണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതി വെച്ച് നമ്മളത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ആക്കി എടുക്കും. അത് നമുക്ക് ഉറപ്പാണ്. സ്വിച്ചുകളും എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. സീറ്റുകളെല്ലാം കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാം. ഈ സീറ്റ് എല്ലാവർക്കും അറിയാം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ്. എല്ലാം വർക്കിംഗ് ആണ്. പുറകിലത്തെ നിര സീറ്റുകളിലേക്കും ഡോറുകളിലേക്കും വരുമ്പോൾ തന്നെ ഡോർ പാടുകളെല്ലാം നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഇൻറ്റീരിയറിന് വളരെ വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കമ്പനി ലെതർ സീറ്റുകൾ തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകു നിര കാണാം. പുറകിലത്തെ നിര സീറ്റുകളും വളരെ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. യാതൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. റൂഫിലേക്ക് വരുമ്പോൾ റൂഫും നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ടയർ ഓൾമോസ്റ്റ് ഒരു 80% ടയറുകൾ ബ്രിഡ്സ്റ്റോണിൻ്റെ ടയറുകളാണ് ഇതിൽ കിടക്കുന്നത്. 4 ടയറും ഒരേ സമയത്തെടുത്ത ഒരേ തേയ്മാനത്തിൽ തന്നെ നിൽക്കുന്ന ടയറാണ്. സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റെപ്പിനി ഓൾമോസ്റ്റ് ഒരു 80% ഒരു സ്റ്റെപ്പിനി ഈ വാഹനത്തിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ കോട്ടയം കാർസിൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുവാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ള ആളുകളിലേക്കൊക്കെ നമ്മളുടെ ചാനലിനെ പറ്റിയും നമ്മളെ പറ്റിയും പറയുക.
ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഒരുപാട് നന്ദി. ഒരുപാട് പേര് വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ, നമ്മളല്ലെങ്കിൽ വീഡിയോയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, നമ്മൾ മുന്നോട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിലേക്ക് വരാം. ഒരിക്കൽ കൂടി പറയാം, 2017 മാനുഫാക്ചറിങ്, 18 ജനുവരി രജിസ്ട്രേഷനിലുള്ള വാഹനമാണിത്. ഇത് 4x4 ഓട്ടോമാറ്റിക്കാണ്. 98,000 കിലോമീറ്ററാണ് ഈ വാഹനം നിലവിൽ ഓടിയിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ കവർ ഇൻഷുറൻസ് 2025 ഒക്ടോബർ വരെ വാലിഡ് ആണ്. അപ്പോൾ ഈ വാഹനത്തിൽ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഓൾ ഒറിജിനൽ ആയിട്ടുള്ള വാഹനമാണ്. ഓൾ ഫങ്ഷൻസ് വർക്കിംഗ് ആണ്. വണ്ടി വളരെ സ്മൂത്താണ് ഓടിക്കാനായിട്ട്. ഇതുപോലുള്ള ക്വാളിറ്റി വാഹനങ്ങൾ കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്മളുടെ കോട്ടയം കാർസിൻ്റെ നമ്പറിൽ എത്രയും വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 23,50,000 രൂപയാണ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുവാണ്. ക്വാളിറ്റി ഉള്ള വണ്ടികൾക്ക് അത്യാവശ്യം വിലയുണ്ട്, അത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മളുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മളിടുന്ന എല്ലാ വീഡിയോകളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് അതിന് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.